പ്രാദേശിക ചാനലുകളിൽ വന്ന വാർത്തകളുടെ പേരിൽ തന്നോട് വിശദീകരണം ചോദിക്കാതെ മുസ്ലിം ലീഗിന്റെ മങ്കട മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിലാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നതെന്ന് കുന്നത്ത് മുഹമ്മദ് പറഞ്ഞു. അങ്ങാടിപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മങ്കട എംഎൽഎയെയും ലീഗ് നേതൃത്വത്തെയും പരോക്ഷമായി മുഹമ്മദ് വിമർശിക്കുകയും ചെയ്തു. 3.5 പതിറ്റാണ്ടായി ലീഗിൽ പ്രവർത്തിച്ചയാളാണ്. പാണക്കാട് കുടുംബവും ലീഗ് നേതൃത്വവും പറയുന്നതനുസരിച്ചാണ് ഇത്രയും കാലം പ്രവർത്തിച്ചത്. ഇന്നലെ കടന്നു വന്നയാൾ മന്ത്രിയും എംഎൽഎയുമാക്കി വീണ്ടും മത്സരിപ്പിക്കുന്നതിൽ മങ്കടയിലെ പ്രവർത്തകർക്കുള്ള എതിർപ്പ് നേതൃത്വത്തെ അറിയിച്ചതാണ്. ഇതിന്റെ പേരിൽ തന്നെ മനഃപൂർവ്വം ലീഗിൽ നിന്ന് ഒഴിവാക്കാൻ എംഎൽഎയും ഫാൻസും ചരട് വലിച്ചതായാണ് ബോധ്യമായത്. അലി സാഹിബിനെ മാറ്റി നിർത്തിയാൽ പെരിന്തൽമണ്ണ കിട്ടൂല, മങ്കട കിട്ടൂല. അത് പിന്നെ UDF നഷ്ടമാവുന്ന കാര്യമെന്ന് ചോദിക്കുമ്പോൾ UDF ഒരു പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം 5 വർഷം പ്രതിപക്ഷത്തായിരുന്നു. ആ പ്രതിപക്ഷത്ത് നിന്ന് വീണ്ടും ഭരണപക്ഷത്തേക്ക് വരണമെങ്കിൽ 2 മണ്ഡലം പോയാൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് എന്നുള്ള നിലക്കാണ് മൂപ്പര വാശിക്ക് പെരിന്തൽമണ്ണയിൽ നിന്ന് മങ്കടയിലേക്ക് നൽകുന്നത്. ആ മങ്കടയിലേക്ക് നൽകിക്കഴിഞ്ഞ് മങ്കടയിൽ മൂപ്പരെന്ന് വെച്ചാൽ 4.5 വർഷത്തോളം ഒരു പ്രവർത്തനത്തിനും ഇല്ലാതെ മൂപ്പര അധികാരത്തിൽ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ വന്ന സമയത്ത് അവസാനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ മൂപ്പര് സജീവമാവുകയും ആ സജീവമായ സമയത്ത് അത് വീണ്ടും ആവർത്തിക്കുമെന്ന് കണ്ടപ്പോൾ നേതൃത്വത്തിന് നിർബന്ധാവസ്ഥയിൽ മൂപ്പർക്ക് വീണ്ടും സീറ്റ് കൊടുക്കാൻ വേണ്ടി വരാം. സീറ്റ് നഷ്ടപ്പെടരുത് എന്നുള്ളത് ആ നിർബന്ധാവസ്ഥയിൽ മൂപ്പർ വരുന്ന സാഹചര്യത്തിൽ മണ്ഡലം കമ്മിറ്റി കൂടിയ സമയത്ത് N ബ്ലോക്കായിക്കൊണ്ട് അതിനെതിർത്തു. ആ എതിർക്കുകയും എല്ലാവരും കുറിച്ചും അനുകൂലിച്ചാലും പറയാതിരുന്ന സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ എന്ന സമയത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞു, നേതൃത്വം ചോദിക്കുകയാണെങ്കിൽ മാത്രമേ പറയൂ, നിങ്ങളെ വികാരം എന്ന് അറിയിക്കുക എന്ന് പറയുകയും ഞാൻ പോയാൽ ഇനി എനിക്കേറ്റ വല്ലതും അതിൽ താല്പര്യമുണ്ട് തോണ്ടാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാതെ രൂപത്തിൽ ചെയ്യുകയും ചെയ്യും. പിന്നീട് കുറേ ആളുകൾ ഈ പ്രതിഷേധത്തെക്കുറിച്ചും മണ്ഡലം കമ്മിറ്റിയെക്കുറിച്ചും തങ്ങളോട് യൂത്ത് ലീഗൊക്കെ പോയി പറയുന്ന സാഹചര്യം ഉണ്ടായി. തങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ആ ഒരു പ്രതിഷേധത്തിലുണ്ടായ സമയത്ത് ഞാനല്ലെങ്കിൽ ഇനി അടുത്തത് വരാനായിട്ട് മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ആയിരിക്കും എന്നുള്ളതൊക്കെ ആസൂത്രിതമായി അത് നൽകി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ മനസ്സിലാക്കിയപ്പോൾ എന്നെ ഈ ഒരു 2-3 ആളുകൾ വെച്ച് ലെറ്റർ തയ്യാറാക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയുകയും ചെയ്ത സാഹചര്യത്തിൽ ആരുടെ നിർബന്ധാവസ്ഥ വെച്ച് നേതൃത്വം പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി. ഇതാണ് താൻ മത്സരിക്കുന്നതായി ആദ്യം പ്രാദേശിക ചാനലിൽ വാർത്ത വരാൻ കാരണം. ഇക്കാര്യം നേരത്തെ തന്നെ താൻ ഫേസ്ബുക്കിലെ കുറിപ്പിൽ ജനങ്ങളെ അറിയിച്ചതാണ്. തനിക്ക് കിട്ടിയതിനു പകരം കൊടുക്കലാണ് മത്സര ലക്ഷ്യം. മത്സരിക്കാൻ വേണ്ടി ഞാൻ ഇടത് നേതാക്കളെ കണ്ടിട്ടില്ല. LDFുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞാൻ മാറി നിന്നാൽ അതിലേക്ക് വേറെ ആൾക്ക് വരാം. ഈ ജീവിതകാലത്ത് ഇത്രയും കാലം ഈ പാർട്ടിക്ക് അധ്വാനിച്ച് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വ്യക്തിയല്ല ഞാൻ. അങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പാണക്കാട് കുടുംബത്തിനോ നേതൃത്വത്തെ വെല്ലുവിളിച്ചിട്ടല്ല, പക്ഷേ ഒരു പ്രതിഷേധം അറിയിക്കുക എന്നുള്ള നിലക്ക് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നൽകുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ മണ്ഡലത്തിൽ 5,000-10,000 വോട്ട് കിട്ടാം. അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിൻ്റെ വിജയസാധ്യതയില്ല. ആ വിജയസാധ്യത ഇല്ലാത്തതുകൊണ്ട് ആരൊക്കെ സഹകരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സഹകരിക്കാൻ പറ്റുന്ന ആളുകളുടെ വോട്ട് തേടുക എന്നുള്ള ലക്ഷ്യം. ആ സഹകരിക്കാൻ പറ്റുന്ന ആളുകളുടെ വോട്ട് തേടുക എന്ന് പറഞ്ഞാൽ ആർക്കും വോട്ട് നൽകുക, മതേതര സ്വഭാവമുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് വോട്ട് നൽകുക. മങ്കടയിലെ LDF സ്ഥാനാർത്ഥി MP അലവി പിൻവാങ്ങുമോ എന്നത് എന്റെ വിഷയമല്ല. സ്വതന്ത്രനായി മത്സരിക്കുന്ന ഞാൻ എല്ലാവരുടെയും പിന്തുണ തേടിയിട്ടുണ്ട്. ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല. LDF പിന്തുണച്ചാൽ ലീഗിൽ തന്നെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗത്തിന്റെ വോട്ട് കൊണ്ട് തനിക്ക് മങ്കടയിൽ വിജയിക്കാൻ കഴിയുമെന്നും മുഹമ്മദ് വ്യക്തമാക്കി. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.